സകലത്തിനും കാരണഭൂതനായ കർത്താവിനെ സകല മാനവും മഹത്വവും ഞങ്ങൾ അർപ്പിക്കുന്നു. വീണ്ടും ദൈവസന്നിധിയിൽ സമാഗമന കൂടാരമെന്ന പഠന പരമ്പരയുമായി കടന്നു വരുവാൻ ദൈവം അവസരം തന്നല്ലോ. ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലിരുന്ന് ഹാർവസ്റ്റ് ടി വിയിൽ കൂടി ഈ പ്രോഗ്രാം കാണുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയോടെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. പ്രാർത്ഥിക്കാൻ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. കരുണയുള്ള കർത്താവെ, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. കഴിഞ്ഞ ചില ദിവസങ്ങളായി അങ്ങയുടെ വചനത്തിലെ ആഴമായ വിഷയമായ സമാഗമന കൂടാരം ഞങ്ങൾ പഠിക്കുവാൻ ഒരുങ്ങുന്നു, ശ്രമിക്കുന്നു. കർത്താവിൻ്റെ കൃപ അടിയങ്ങളുടെ മേലുള്ളതിനാൽ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം ഞങ്ങളെ ബലപ്പെടുത്തിയല്ലോ. കേൾവിക്കാരെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ, അടിയങ്ങളെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ഘടന സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പഠിച്ചത് കൂടാരത്തിൻ്റെ ശില്പികളെക്കുറിച്ചും തിരുവചനത്തിലെ സംഖ്യകളുടെ അർത്ഥങ്ങളും 70 ആഴ്ചവട്ടത്തിൻ്റെ കണക്കുമായിരുന്നു. 70 ആഴ്ചവട്ടത്തിൻ്റെ കണക്ക് ഞങ്ങൾ ബ്രീഫായി പറഞ്ഞത് എന്തിനെന്ന് ചോദിച്ചാൽ, തിരുവചനത്തിലെ സംഖ്യകൾക്ക് അർത്ഥം ഉണ്ടെന്ന് വെളിപ്പെടുത്തുവാൻ വേണ്ടിയായിരുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് കൂടാരത്തിന് ഉപയോഗിച്ച വസ്തുക്കളും അതിൻ്റെ അർത്ഥങ്ങളുമാണ്. ഏതാണ്ട് പ്രധാനമായും 10 വിധത്തിലുള്ള വസ്തുക്കളാണ് കൂടാരത്തിനായി ഉപയോഗിച്ചത്. പ്രധാനമായും കാണുവാൻ കഴിയുന്നത് തങ്കം, രണ്ടാമത് പൊന്ന്, മൂന്നാമത് താമ്രം, നാലാമത് വെള്ളി, അഞ്ചാമത് ഖദിരമരം, ആറാമത് ചരടുകൾ, ഏഴാമത് നൂലുകൾ, നൂലുകളിൽ തന്നെ ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, നീലനൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കാണുവാൻ കഴിയും. എട്ടാമതായിട്ട് കോലാട്ടുകോട്ടൻ കൊണ്ടുള്ള മൂടുവിരി കാണുവാൻ കഴിയും. 9ാമതായിട്ട് ചുവപ്പിച്ച ആട്ടുകോറ്റൻ തോൽ കൊണ്ടുള്ള മൂടുവിരി. 10ാമതായിട്ട് തകശു തോൽ കൊണ്ടുള്ള മൂടുവിരിയും കാണുവാൻ കഴിയും. തങ്കം, ഒന്നാമത്തെ വസ്തുവിലേക്ക് ഞങ്ങൾ കടന്നു വരട്ടെ. തങ്കം ദൈവത്തിൻ്റെ തേജസ്സിനെ, മഹിമയെ കാണിക്കുന്നു. പൊന്ന് ദൈവ കോപാഗ്നിയിൽ വെന്തെരിഞ്ഞ ക്രിസ്തുവിൻ്റെ തേജസ്സിനെ കാണിക്കുന്നു. താമ്രം ദൈവത്തിൻ്റെ കോപാഗ്നിയിൽ വെന്തെരിഞ്ഞ ക്രിസ്തുവിനെയും കാണിക്കുന്നു. തെറ്റിപ്പോകരുതേ, പൊന്ന് ദൈവകോപാഗ്നിയാൽ വെന്തെരിഞ്ഞ ക്രിസ്തുവിൻ്റെ തേജസ്സിനെ കാണിക്കുമ്പോൾ, താമ്രം ദൈവകോപത്തിൻ്റെ അഗ്നിയിൽ വെന്തെരിഞ്ഞ ക്രിസ്തുവിനെ കാണിക്കുന്നു. വെള്ളി ക്രിസ്തുവിലൂടെയുള്ള വീണ്ടെടുപ്പിനെ കാണിക്കുമ്പോൾ, ഖദിരമരം പാപത്തിൽ ജീവിച്ച മനുഷ്യനെയും പാപം വഹിച്ച ക്രിസ്തുവിനെയും കാണിക്കുന്നു. ചരടുകൾ ദൈവത്തിന് നമ്മോടുള്ള ബന്ധത്തെയും സ്നേഹത്തെയും കാണിക്കുന്നു. നീലനൂൽ ദൈവത്തിൻ്റെ ദൈവത്വത്തെയും, ധൂമ്രനൂൽ രാജത്വത്തെയും, ചുവപ്പ് നൂൽ മനുഷ്യത്വത്തെയും, പിരിച്ച പഞ്ഞിനൂൽ കർത്താവിൻ്റെ ദാസത്വത്തെയും കാണിക്കുന്നു. 10 പ്രധാനമായ സാധനങ്ങളാണ് ഈ കൂടാരത്തിന് ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. പല ലോഹങ്ങളും ഭൂമിയിൽ നിന്നും, കടലിൽ നിന്നും, മണലിൽ നിന്നും ഒക്കെ ഖനനം ചെയ്തെടുക്കുന്നു എന്ന് നമുക്ക് അറിയാമല്ലോ. ഇന്ത്യയിലെ പ്രധാന സ്റ്റീൽ പ്ലാന്റായ ബുക്കാറോ സ്റ്റീൽ പ്ലാന്റിൽ ഏകദേശം 60% ഇരുമ്പ് അയിരുള്ള മണ്ണ് കൊണ്ടുവന്നാണ് ശുദ്ധീകരിച്ച് ഇരുമ്പുണ്ടാക്കുന്നത്. UPയിലെ രേണുകുട്ടിൽ 60% അലൂമിനിയം അയിരുള്ള മണ്ണ് ട്രെയിനിൽ കൊണ്ടുവന്നിട്ട് അവിടെ ഇറക്കി അത് ശുദ്ധീകരിച്ച് അലൂമിനിയം ഉണ്ടാക്കുന്നു. പക്ഷേ ദൈവം ഈ ലോകത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ, ആ കാലഘട്ടത്തിൽ ഇന്നുള്ള പോലെയുള്ള ടെക്നോളജികളൊന്നുമില്ലായിരുന്നത് കൊണ്ട് ആ കാലഘട്ടത്തിൽ ഇരുമ്പ്, താമ്രം ഇങ്ങനെയുള്ള വസ്തുക്കൾ വെട്ടിയെടുക്കുന്ന ദേശത്തെ ദൈവം കൊടുത്തിരുന്നതായി ആവർത്തന പുസ്തകം 8:9 കാണുവാൻ നമുക്ക് കഴിയും. വായിക്കുന്നു: ഒലിവ് വൃക്ഷവും തേനും ഉള്ള ദേശം, സുഭിക്ഷമായ ഉപജീവനം കഴിയാകുന്നതും ഒന്നിനും കുറവില്ലാത്തതുമായ ദേശം, കല്ല് ഇരുമ്പായിരിക്കുന്നതും മലകളിൽ നിന്ന്
താമ്രം വെട്ടിയെടുക്കുന്നതുമായ ദേശം. ദൈവം തൻ്റെ ജനത്തിന് കൊടുത്ത ദേശം, അല്ലെങ്കിൽ ദൈവം ഈ ഭൂമിയിൽ അങ്ങനെയുള്ള ഒരവസ്ഥ ഉണ്ടാക്കിയിരുന്നു. അന്ന് ഇങ്ങനെയുള്ള ടെക്നോളജികൾ ഒന്നുമില്ലാഞ്ഞതുകൊണ്ട് ഈ വക ലോഹങ്ങൾ ഡയറക്റ്റായിട്ട് വെട്ടിയെടുക്കുവാൻ കഴിയുമായിരുന്നുവെന്ന് ആവർത്തന പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അറേബ്യയുടെ തെക്ക് കിഴക്ക് ഭാഗം, ഒമാൻ്റെ പടിഞ്ഞാറ് ഭാഗം, എത്യോപ്യയുടെ ചില ഭാഗങ്ങൾ, ഈ ഭാഗങ്ങളിലൊക്കെ തങ്കവും പൊന്നും വെട്ടിയെടുക്കുന്ന ഭാഗങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വചനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ശേബ രാജ്ഞിയുടെ കാലത്ത് അറേബ്യയുടെ തെക്ക് കിഴക്ക് ഭാഗവും ഒമാൻ്റെ പടിഞ്ഞാറ് ഭാഗവും എത്യോപ്യയുടെ ചില ഭാഗങ്ങളും ചേർന്ന് യോജിച്ച് കിടന്നതാണെന്ന് ആ കാലഘട്ടത്തിലെ രാജ്യങ്ങളുടെ ഭൂമിശാസ്ത്രപരമായ മാപ്പ് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ശേബരാജ്ഞിയുമായി, ആ രാജകുടുംബവുമായി ശലോമോനുണ്ടായ ബന്ധം തൻ്റെ രാജധാനിക്കും ആലയത്തിനും പണിക്കു വേണ്ടിയും തൻ്റെ ആൾക്കാർ ആ പ്രദേശങ്ങളിൽ പോയി കപ്പലുകളിലും മറ്റും സ്വർണവും തങ്കവും വെട്ടിയെടുത്തു കൊണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ശലോമോൻ രാജാവിൻ്റെ ദേവാലയ പണിക്ക് ഓഫീർ തങ്കം ഉപയോഗിച്ചിരുന്നതായിട്ട് നമുക്ക് കാണുന്നു. ഈ ഓഫീറും ശേബായും, അല്ലെങ്കിൽ ശേബാരാജ്ഞിയുടെ വംശത്തിൽപ്പെട്ട ശെബയർ, അവർ സഹോദരന്മാരായിരുന്നു എന്ന് ഉൽപ്പത്തി പുസ്തകം 10:29 നിന്നും നമുക്ക് മനസ്സിലാക്കാം. ശേബായും ഓഫീറും സഹോദരന്മാരായിരുന്നു. ശെബയർ കടൽ കൊള്ളക്കാരായിരുന്നു എന്നും നാം വായിക്കുന്നുണ്ട്. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ അവർ കൊള്ളക്കാരായിരുന്നു എന്നും കാണുവാൻ കഴിയും. ശേബ പൊന്നിനെ പറ്റി സങ്കീർത്തനം 72:15 ശേബ അല്ലെങ്കിൽ ശെബയർ ബിസിനസ്സുകാരായിരുന്നു എന്ന് ഇരമ്യാ പ്രവചനം 6:20 എസെക്കിയേൽ 27:22 38:13 ഒക്കെ നമുക്ക് കാണുവാൻ കഴിയും. ശെബയർ കൊള്ളക്കാരായിരുന്നു എന്നും ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ. അപ്പോൾ ശേബയും ഓഫീറും സഹോദരന്മാരായിരുന്നു. അവർ പാർത്തിരുന്ന സ്ഥലമാണ് ആ പ്രദേശങ്ങളെന്ന് നമുക്ക് മനസ്സിലാക്കാം. 45-ാം സങ്കീർത്തനത്തിൽ 9-ാം വാക്യത്തിൽ നമ്മളൊരു വാക്യം കാണുന്നു. ആ വാക്യം ഇങ്ങനെയാണ്: നിന്റെ വലതുഭാഗത്ത് രാജ്ഞി ഓഫീർ തങ്കം അണിഞ്ഞു നിൽക്കുന്നു. മണവാളനാകുന്ന ക്രിസ്തുവിൻ്റെ വലതുഭാഗത്ത് രാജ്ഞി ഓഫീർ തങ്കം അണിഞ്ഞു നിൽക്കുന്നു. 45-ാം സങ്കീർത്തനം മശിഹൈക സങ്കീർത്തനമാണ്. സങ്കീർത്തനത്തിലെ 2, 8, 16, 22, 40, 41, 45, 69, 91, 102, 110, 118 ഇങ്ങനെ ഏകദേശം 12 മശിഹൈക സങ്കീർത്തനങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. അതിലെ 45-ാം സങ്കീർത്തനത്തിലെ വാക്യമാണ് നാം ഇപ്പോൾ വായിച്ചത്. നിന്റെ വലത് ഭാഗത്തെ രാജ്ഞി ഓഫീർ തങ്കമണിഞ്ഞു നിൽക്കുന്നു. സമാഗമന കൂടാരത്തിലെ പലകയിൽ പൊന്ന് പൊതിയുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ പറയുന്ന മണവാട്ടി സഭ അല്ലെങ്കിൽ മണവാട്ടി ഓഫീർ തങ്കമാണ് അണിഞ്ഞിരിക്കുന്നത്. ക്ഷമിക്കണമേ, പല ദൈവമക്കളും ശുശ്രൂഷകന്മാരും ഈ ഭാഗത്തെ തെറ്റായി വ്യാഖ്യാനിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഈ ഭാഗവും എൻ്റെ അനുഭവങ്ങളും അർത്ഥങ്ങളും എന്ന പുസ്തകത്തിൽ ശക്തമായും പൂർണ്ണമായും വിവരിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ ഒരു വാക്കിൽ പറഞ്ഞു പോകട്ടെ. 45-ാം സങ്കീർത്തനത്തിൽ 45:2 കാണുന്നു: മനുഷ്യപുത്രന്മാരിൽ അങ്ങ് അതിശ്രേഷ്ഠൻ. വീരനായുള്ളവേ, വാൾ അരയ്ക്ക് കെട്ടിക്കൊള്ളുക. വാൾ എന്താണെന്ന് 45:4 പറയുന്നു. ആ വാളല്ല, തേജസ്സും മഹിമയുമാണ്. അങ്ങയുടെ സിംഹാസനം പുരാതനമേ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ള അനേക വർണ്ണനകൾ അവിടെ നമുക്ക് കാണാം. അതിനുശേഷമാണ് പറയുന്നത്, നിന്റെ വലതു ഭാഗത്ത് രാജ്ഞി ഓഫീർ തങ്കം അണിഞ്ഞു നിൽക്കുന്നു. ഇവിടെ പറയുന്ന ഈ രാജ്ഞി ആരാണ്? ഈ ദർശനം എവിടെ നടക്കുന്ന ദർശനമാണ്? ഏത് ദർശനമാണ്? 45-ാം സങ്കീർത്തനത്തിൽ കാണുന്ന ദർശനം
ഭൂമിയിലെ ദർശനമല്ല, സഭയാകുന്ന നിർമ്മല കന്യയാകുന്ന മണവാട്ടി മധ്യാകാശത്തേക്ക് കാഹളം ധ്വനിക്കുമ്പോൾ എടുത്തു കഴിഞ്ഞ് തൻ്റെ പ്രിയനായ കാന്തനോട് മണവാളനോട് ചേരുമ്പോൾ അവിടെ വെച്ച് ഭൂമിയിൽ പൊന്നിൻ്റെ പ്രതീകമായിരുന്നെങ്കിൽ, ഛായയായിരുന്നെങ്കിൽ, അവിടെ ചെല്ലുമ്പോൾ ഓഫീർ തങ്കത്തിൻ്റെ ഛായയിലേക്ക് മാറി. കാരണമെന്ത്? ഈ തങ്കത്തെക്കുറിച്ചും പൊന്നിനെക്കുറിച്ചും പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. തങ്കം ദൈവ തേജസ്സിനെ കാണിക്കുന്നതും പൊന്ന് കാൽവറിയിലെ ക്രൂശിൽ അല്ലെങ്കിൽ യാഗത്തിൽ കൂടി വെന്തെരിഞ്ഞ് നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ തേജസ്സിനെയാണ് കാണിക്കുന്നത്. വിശ്വാസികളെ ഭൂമിയിൽ ദൈവ തേജസ്സിൻ്റെ ഛായയായി കാണിക്കുമ്പോൾ, പൊന്ന് കാണിക്കുമ്പോൾ, തങ്കം അത് ദൈവത്തിൻ്റെ തേജസ്സിനെയാണ് കാണിക്കുന്നത്. നാം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട് കഴിയുമ്പോൾ, കാഹളം ധ്വനിച്ചു കഴിയുമ്പോൾ നാം കർത്താവിനോട് ചേരും. ഇവിടെയാണ് എഫേസ്യ ലേഖനത്തിൽ പറയുന്ന മൂന്നാമത്തെ മർമ്മം, ഈ മർമ്മം വലിയത് എന്ന് പറയുന്ന മർമ്മം. എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും അപ്പനെയും അമ്മയും വിട്ടിട്ട് ഭാര്യയോട് ഭർത്താവ് പറ്റിച്ചേരുന്നത് പോലെ തൻ്റെ കാന്തനാകുന്ന മണവാളനോട് മണവാട്ടി സഭ മധ്യാകാശത്ത് വെച്ച് അല്ലെങ്കിൽ പറുദീസയിൽ വെച്ച് യോജിക്കുമ്പോൾ കാന്തനാകുന്ന ക്രിസ്തു തങ്കത്തിൻ്റെ പ്രതീകമായി നിൽക്കുമ്പോൾ അവർ ഒരു ശരീരമാകുന്നുള്ള ആ മർമ്മം അവിടെ പ്രാവർത്തികമാകുമ്പോൾ, മണവാട്ടി സഭയും അവർ ഒരു ശരീരമാകുമ്പോൾ പൊന്നല്ല പിന്നെ തങ്കമാകുന്നു. ഇതിൻ്റെ ദർശനമാണ് 45-ാം സങ്കീർത്തനത്തിൽ കാണുന്നത്. ഭൂമിയിൽ ആഭരണം കൊടുക്കാനുള്ള ഒരു ഭാഗമോ വാക്യമോ അല്ല അത്. തങ്കം ദൈവത്തിൻ്റെ തേജസ്സിനെ കാണിക്കുന്നു, പൊന്ന് ക്രിസ്തുവിൻ്റെ തേജസ്സിനെ കാണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പൊന്ന് ആത്മപകർച്ചയും കാണിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായത്തിൽ അല്ലെങ്കിൽ അവിടെ കാണുമ്പോൾ അബ്രഹാം തൻ്റെ ദാസനായ ഏലയാസറിനെ വിവാഹത്തിന് അല്ലെങ്കിൽ തൻ്റെ മകൻ ഇസഹാക്കിന് ഭാര്യയെടുക്കാൻ വിടുമ്പോൾ, നീ എൻ്റെ ചർച്ചക്കാരുടെ അടുക്കൽ നിന്ന് മാത്രമേ ഭാര്യയെടുക്കാവൂ. അങ്ങനെ ഏലയാസറും കൂട്ടരും ചെന്ന് കിണറിൻ്റെ അരിക്കൽ ചെല്ലുകയും റിബേക്ക അവർക്ക് വെള്ളം കോരി കൊടുക്കുകയും ആ കാര്യങ്ങളൊക്കെ നടന്നു കഴിയുമ്പോൾ ഏലയാസർ താൻ കൊണ്ടുപോയ സഞ്ചിയിൽ നിന്നോ ചില ആഭരണങ്ങൾ എടുത്ത് റിബേക്കയ്ക്ക് കൊടുക്കുന്നതായി കാണാം. പക്ഷേ അവിടെ ആഭരണം, ഒന്നാമത്തെ ആഭരണം കൊടുക്കുന്നതായിട്ട് കാണുമ്പോൾ 24-ന്റെ 22-ൽ അത് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ 24-ന്റെ 53-ൽ നമ്മൾ വീണ്ടും കാണുന്നു, റിബേക്ക ഭവനത്തിൽ ചെന്ന് അവർ ലാബാനുമായി സംസാരിച്ചു കഴിയുമ്പോൾ ഏലയാസർ രണ്ടാമത്തെ ആഭരണവും കൊടുക്കുന്നു. 24-ന്റെ 53 വായിക്കുന്നു. പിന്നെ ദാസൻ വെള്ളിയാഭരണങ്ങളും പൊന്നാഭരണങ്ങളും വസ്ത്രങ്ങളും എടുത്ത് റിബേക്കയ്ക്ക് കൊടുത്തു, അവളുടെ സഹോദരനും അമ്മയ്ക്കും. പ്രൈസ് ദി ലോർഡ്. പിന്നെ ദാസൻ വെള്ളിയാഭരണങ്ങളും പൊന്നാഭരണങ്ങളും എടുത്ത് റിബേക്കയ്ക്ക് കൊടുക്കുന്നു. നമ്മൾ 24-ൽ നമ്മൾ ഇതിനു മുൻപ് കണ്ടല്ലോ, റിബേക്കയ്ക്ക് ദൈവത്തിന് സ്തോത്രം ഒന്നാമത് ഒരാഭരണം കൊടുക്കുന്നതായിട്ട്. എന്തുകൊണ്ടാണ് ഏലയാസർ റിബേക്കയ്ക്ക് 2 പ്രാവശ്യം ആഭരണം കൊടുക്കുന്നത്? അതും എൻ്റെ അനുഭവങ്ങളും അർത്ഥങ്ങളും എന്ന പുസ്തകത്തിലുണ്ട്. അതുകൊണ്ട് ഇവിടെ അത് ഈ സബ്ജക്റ്റിൽ എൻ്റെ അർത്ഥങ്ങൾ മാത്രം, അതിൻ്റെ നിഴലും പൊരുളും മാത്രം വിവരിച്ച് മുൻപോട്ട് പോകട്ടെ. റിബേക്കയ്ക്ക് കൊടുത്ത ഒന്നാമത്തെ ആഭരണം, റിബേക്ക സഭയ്ക്ക് നിഴലായിരിക്കുമ്പോൾ പെന്തക്കോസ്തു നാളിൽ കൊടുത്ത ആത്മപകർച്ചയെ അത് കാണിക്കുന്നു. എന്നാൽ റിബേക്കയ്ക്ക് കൊടുത്ത രണ്ടാമത്തെ ആഭരണം ഫിലിപ്പിയ ലേഖനം 3-ന്റെ 21-ൽ അതിപ്പോൾ ഞങ്ങൾ വായിച്ചു കേൾപ്പിക്കുന്നതാണ്. അവിടെ നമുക്കിങ്ങനെ കാണുവാൻ കഴിയുന്നു, അത് ഇവിടുന്ന് സഭ എടുക്കപ്പെടുമ്പോൾ ഒരാത്മപകർച്ച ഇവിടെ ഉണ്ടാകണം. ഫിലിപ്പിയ ലേഖനം 3-ന്റെ 21 വായിച്ചു കേൾപ്പിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. സഭയാകുന്ന മണവാട്ടി അല്ലെങ്കിൽ നാം ഇവിടുന്ന് എടുക്കപ്പെടുമ്പോൾ ഇവിടെ ഒരു ആത്മപകർച്ച ഉണ്ടാകണം. അവൻ
തൻ്റെ വ്യാപാര ശക്തി കൊണ്ട്. കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ യേശുവിൻ്റെ വ്യാപാര ശക്തി കൊണ്ട് ആത്മപകർച്ച ഇവിടെ പകരപ്പെടുമ്പോൾ ഇവിടെ നിന്നും സഭയെടുക്കപ്പെടും. റിബേക്കയ്ക്ക് കൊടുത്ത ഒന്നാമത്തെ ആഭരണം പെന്തക്കോസ്ത് നാളിലെ ആത്മപകർച്ചയെങ്കിൽ അത് ഉൽപ്പത്തി 24:22 കാണുമ്പോൾ റിബേക്കയ്ക്ക് കൊടുത്ത രണ്ടാമത്തെ ആഭരണം അത് സഭ ഇവിടുന്ന് എടുക്കപ്പെടുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ആത്മപകർച്ചയാണ്. എന്ന് പറഞ്ഞാൽ പൊന്ന് ആത്മപകർച്ചയുടെ നിഴലാണ്. 2 ആത്മമുദ്രയുടെയും നിഴലാണ് പൊന്ന്. മുടിയനായ പുത്രന് നമ്മൾ ഓമനപ്പേരിട്ട് വിളിക്കുന്ന നഷ്ടപുത്രന് അവൻ മടങ്ങി വരുമ്പോൾ, തിരിച്ച് അവൻ്റെ ഭവനത്തിലേക്ക് വരുമ്പോൾ അവൻ്റെ പിതാവ് അവന് മോതിരം കൊടുക്കുന്നതായിട്ട് ലൂക്കോസ് 15:22 നമുക്ക് കാണുവാൻ കഴിയും. ഈ ഭാഗത്തെ അനേകർ തെറ്റിദ്ധരിക്കുന്നതായിട്ട് ഈ ദിവസങ്ങൾ മനസ്സിലാക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഒരപ്പന് 2 മക്കളുണ്ട്. ഇളയ മകൻ സകലതും വാങ്ങി ദൂരദേശത്തേക്ക് കടന്നുപോയി. മൂത്ത മകൻ അപ്പനോടുകൂടി വയലിലായിരിക്കുന്നു. നഷ്ടപുത്രനു വേണ്ടി വ്യാകുലതയോടെ ചിന്തയോടെ കാത്തിരിക്കുന്ന, എന്നും പുറത്തേക്ക് കണ്ണുകൾ ഓടിച്ച് തൻ്റെ മകൻ്റെ വരവിനെ നോക്കി കാത്തിരിക്കുന്ന ഹൃദയവേദനയുള്ള പിതാവിൻ്റെ ചിത്രീകരണം. ഈ കഥയിൽ ഇളയ മകൻ ദൂരദേശത്ത് പോയി, അവൻ പാപം ചെയ്തു, അവനുള്ളതെല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് ഒരു ദിവസം അവൻ മടങ്ങി വരുന്നതായിട്ട് കാണുവാൻ കഴിയും. ഇതും ഞാൻ എൻ്റെ അനുഭവങ്ങളും അർത്ഥങ്ങളും എന്ന പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇത് സംബന്ധിച്ച ഒരു ചാർട്ട് ഞങ്ങൾ ഇവിടെ കാണിക്കുന്നു. ദൂരദേശം, യെശയ്യാവിൻ്റെ പുസ്തകം 39:3 ദൂരദേശം എന്ന് പറഞ്ഞാൽ ബാബേലിനെ കാണിക്കുന്നു, അത് വിഗ്രഹാരാധനയെ കാണിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തിയിലും ദൂരദേശത്തു നിന്നും ഒരുവൻ കടന്നു വന്നാൽ ദൂരസ്ഥരായ ഏവർക്കും എന്നുള്ള പദം നമ്മൾ കാണുന്നു. നമ്മൾ ശലോമോൻ്റെ ദേവാലയ പ്രതിഷ്ഠ സമയത്ത്, പ്രാർത്ഥനാ സമയത്ത് ശലോമോൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു: ദൈവമേ, ദൂരദേശത്തു നിന്നും ഒരുവൻ വന്ന് ഈ ആലയത്തിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ നീ അങ്ങ് അവന് വേണ്ടിയും അവൻ്റെ ആവശ്യങ്ങളിൽ സഹായിക്കണമേ എന്ന് ശലോമോൻ പ്രാർത്ഥിക്കുന്നതായിട്ട് കാണാം. ഇവിടെ ദൂരദേശമെന്ന് ഉദ്ദേശിക്കുന്നത് വിഗ്രഹാരാധനയാണ്, ബാബിലോണിനെയാണ്. ബാബിലോണിൽ നിന്നാണല്ലോ, അല്ലെങ്കിൽ നിമ്രോദ് അവൻ കിഴക്കോട്ട് യാത്ര ചെയ്ത് ഷീനാർ ദേശം എന്ന് പറയുന്ന ആ ഷീനാർ ദേശം ഇന്നത്തെ ബാബിലോണാണല്ലോ, അതായിരുന്നുവല്ലോ ബാബിലോൺ. അവിടെയാണ് വിഗ്രഹാരാധന തുടങ്ങിയത്. ആ ചാർട്ടിലേക്ക് ഞങ്ങൾ കടന്നു വരട്ടെ. സമയ ചുരുക്കത്താൽ ഞാനത് പെട്ടെന്ന് വിവരിച്ച് മുൻപോട്ട് പോകുന്നു. പിതാവ്, മൂത്ത മകൻ, ഇളയ മകൻ, ദൂരദേശം, ദുർനടപ്പ്, പന്നികളെ മേയ്ക്കുക. അവിടെ ഞാൻ നിർത്തട്ടെ. ഈ കഥയിലെ പിതാവ് ആരാണ്? എൻ്റെ സൺഡേ സ്കൂൾ പഠനകാലത്ത് എന്നെ പഠിപ്പിച്ച അധ്യാപകൻ എനിക്ക് പറഞ്ഞു തന്നത്, പിതാവാം ദൈവം, മൂത്ത മകൻ ഇസ്രയേൽ അല്ലെങ്കിൽ പഴയ നിയമസഭ, ഇളയ മകൻ ജാതികളായിരുന്ന നാം, ദൂരദേശം, പിന്മാറ്റം, വിഗ്രഹാരാധന, ബാബേൽ. ആവർത്തനം 29:21 1 രാജാക്കന്മാരുടെ പുസ്തകം 8:41 ഒക്കെ നമുക്കത് കാണുവാൻ കഴിയും. അപ്പോൾ ഇത്രയും ഭാഗത്ത് നിന്നും നമ്മൾ പഠിക്കുന്നത് പിതാവ് ഒരു പിതാവല്ല, അത് ദൈവത്തിൻ്റെ ഛായ, നിഴലാണ്. ഇതൊരു ഉപമയായിട്ടാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. മൂത്ത മകൻ മൂത്ത മകനല്ല, അത് ഇസ്രയേലാണ്. ഇളയ മകൻ ഇളയ മകനല്ല, ജാതികളായിരുന്ന നാമാണ്. ദൂരദേശമല്ല, പിന്മാറ്റം, വിഗ്രഹാരാധനയുടെ ഛായയായി നിൽക്കുന്നു. ദുർനടപ്പ് എന്താണ്? മുറുക്കിത്തുപ്പി, അത് നമുക്ക് ലേഖനങ്ങളിൽ കാണുവാൻ കഴിയും. വെറിക്കൂത്ത്, ഇങ്ങനെയുള്ള ഭാഗങ്ങൾ കാണുവാൻ കഴിയും. മുറുക്കിത്തുപ്പി, ചീട്ട് കളിച്ച്, സിനിമ, നാടകം, പിശാചിൽ നിന്നും വേണ്ടതെല്ലാം വാങ്ങിച്ച്, പൊട്ടച്ചൊല്ല്, കളിവാക്ക്, ഇങ്ങനെയെല്ലാം പറഞ്ഞ് അടിപിടിയുമായി അഹങ്കാരത്തോടും ഗർവത്തോടുമുള്ള നടപ്പിനെ ദുർനടപ്പ് എന്ന് പറയുന്നു. ഈ ദുർനടപ്പിനെ കുറിച്ച് തിരുവചനത്തിൽ മറ്റൊരു പദം കാണുവാൻ കഴിയും. അത് ഹിന്ദി ബൈബിളിൽ ഇങ്ങനെയാണ് ലീലാ ക്രീഡ. അത് തെലുങ്ക് ബൈബിളിൽ ഇങ്ങനെയാണ് ആട്ടപ്പാട്ടലു. ആട്ടപ്പാട്ടലു എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, പ്രൈസ് ദി ലോർഡ്, ആടുകയും പാടുകയും ചെയ്യുക. ലീലാ ക്രീഡ എന്ന് പറഞ്ഞാൽ നാടകം പോലെ ഡാൻസ് കളിച്ചും മറ്റും കാണിക്കുന്ന ക്രീഡകൾ. അപ്പോൾ തിരുവചനം വ്യക്തമായി പറയുന്നു, ദുർനടപ്പെന്ന് പറഞ്ഞാൽ അത് കൊരിന്ത്യലേഖനത്തിൽ വ്യക്തമായിട്ടുണ്ട്. സമയത്തിൻ്റെ
പരിമിതി അനുസരിച്ച് ഞങ്ങൾ മുൻപോട്ടുള്ള എപ്പിസോഡിൽ അത് വിവരിക്കുന്നതാണ്. അപ്പോൾ ദുർനടപ്പ് ചെയ്ത് നടന്നു. പന്നികളെ മേയ്ക്ക എന്ന് പറഞ്ഞാൽ ദൈവവചനം വിട്ടുപോകുന്നവരെ കൂട്ടുചേർത്ത് നേതാവായി നടക്കുക. 2 പത്രോസ് 2:21-22 നമുക്ക് വായിക്കാൻ കഴിയുന്നു. തങ്ങൾക്ക് ഏൽപ്പിച്ചു കിട്ടിയ വിശുദ്ധ കൽപ്പനയെ വിട്ടുകളഞ്ഞാൽ അത് സ്വന്തം ഛർദിലേക്ക് തിരിയുന്ന നായെന്നും കുളിച്ചിട്ട് ചെളിയിൽ ഉരുളുന്ന പന്നിയെന്നും പത്രോസിൻ്റെ ലേഖനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ പന്നികളെ മേയ്ക്കുക എന്ന് പറഞ്ഞാൽ നിമ്രോദ് നായാട്ടുവീരനായിരുന്നു. ആരെയാണ് നായാടിയത്? ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ വ്യവസ്ഥകൾ മനസ്സാക്ഷിയിലും ന്യായപ്രമാണത്തിലും എല്ലാം കൊടുത്തിട്ടും അതിനെ തട്ടിത്തെറിപ്പിച്ച് പാപത്തിൻ്റെ അഴുക്കുചാലിൽ കൂടി അപഥസഞ്ചാരം ചെയ്ത ജനങ്ങളെ അവൻ മോഹങ്ങളും സുന്ദര വാഗ്ദാനങ്ങളും മറ്റ് ആരാധനാക്രമങ്ങളും പഠിപ്പിച്ച് അവൻ്റെ അടുക്കലേക്ക് വിളിക്കുന്നതാണ് നായാട്ടുവീരൻ അവനെ വിളിക്കുവാൻ കാര്യം. അപ്പോൾ പന്നികളുടെ വാളവര, ദുഷ്ട സാഹിത്യം, പൈങ്കിളി കഥകൾ, ബ്ലൂ ഫിലിമുകൾ, നോവലുകൾ, സീരിയലുകൾ, വചനവിരുദ്ധ പഠിപ്പീരുകൾ, ഇതിനെയൊക്കെ വാളവര എന്ന് പറയുന്നു. ഇനിയുമുള്ള ഭാഗത്തേക്ക് കടന്നു വരട്ടെ. സുബോധം വന്നു, എഴുന്നേറ്റു, ദൂരത്തു നിന്ന് തന്നെ അവൻ നോക്കി, അടുക്കൽ പോയി അപ്പൻ മകനെ കണ്ടു, ഓടിച്ചെന്നു കഴുത്തിൽ കെട്ടിപ്പിടിച്ചു. അടുത്ത ഭാഗത്തേക്ക് ഞാൻ വരുന്നു. മേത്തരമായ അങ്കി ലൂക്കോസ് 15:22 കൊടുക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കൈക്ക് മോതിരം കൊടുക്കുന്നു. അതിനുശേഷം കാലിനെ ചെരുപ്പ്, തടിപ്പിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അവനെ പ്രാർത്ഥി നടത്തുന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥം? അപ്പൻ അപ്പനല്ല, സ്വർഗസ്ഥനായ പിതാവാണെങ്കിൽ മേത്തരമായ അങ്കിയല്ല, നീതിയിലും വിശുദ്ധിയിലുമുള്ള ആരാധന ജീവിതം. വെളിപ്പാട് പുസ്തകം 19:8 നമുക്കത് കാണുവാൻ കഴിയും. സങ്കീർത്തനം 96:9 132:16 ഒക്കെ നമുക്കത് കാണുവാൻ കഴിയും. കൈക്ക് മോതിരം കൊടുത്തു. അപ്പൻ അപ്പനല്ല, അപ്പൻ പിതാവ്, മൂത്ത മകനല്ല, അത് ഇസ്രയേൽ സഭ, ഇളയ മകനല്ല, അത് ജാതി എന്ന് നമ്മൾ അർത്ഥം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണമേ, കൈക്ക് കൊടുത്ത മോതിരമല്ല, അത് ആത്മാമുദ്ര. എഫേസ്യ ലേഖനം 4:30 2 കൊരിന്ത്യർ 5:5 നമുക്കത് കാണുവാൻ കഴിയും. കാലിന് കൊടുത്ത ചെരുപ്പ്, അങ്ങനെയെങ്കിൽ അത് ചെരുപ്പല്ല. എഫേസ്യ ലേഖനത്തിൽ നമുക്കത് വായിക്കാൻ കഴിയുന്നു. അത് സമാധാന സുവിശേഷ വേലയെ കാണിക്കുന്നു. തടിപ്പിച്ച കാളക്കുട്ടി, അങ്ങനെയെങ്കിൽ കാളക്കുട്ടിയല്ല ഇവിടെ ആരാധനയെ കാണിക്കുന്നു. സങ്കീർത്തനം 61:31 നമുക്കത് കാണുവാൻ കഴിയും. തിന്ന് കുടിച്ച് ആനന്ദിക്ക എന്ന് പറഞ്ഞാൽ വചനം പഠിച്ചുള്ള ആരാധന. മൂത്ത മകൻ വന്ന വയൽ, പഴയ നിയമ സഭ. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, പിതാവ് ഒരാക്ഷരിക പിതാവല്ല, അത് സ്വർഗീയ പിതാവാകുന്ന ദൈവമെന്ന് നാം അർത്ഥം കൊടുക്കുന്നുവെങ്കിൽ മൂത്ത മകനല്ല, അവൻ ഇസ്രയേൽ സഭയെന്ന് നമ്മൾ അർത്ഥം കൊടുക്കുന്നുവെങ്കിൽ ഇളയ മകനല്ല, അത് ജാതികളാകുന്ന നാം, പാപത്തിലേക്ക് പോയവർ തിരിച്ച് യേശുവിങ്കിലേക്ക് വന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തിൻ്റെ പൈതലായി എന്നുള്ളവർ ആണ് എങ്കിൽ ദൈവത്തിന് സ്തോത്രം. ഇവൻ്റെ കൈക്കിട്ട മോതിരമല്ല, ആത്മമുദ്രയാണ്. അത് എഫേസ്യ ലേഖനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നു. ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. 2 വസ്തുക്കളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. ഒന്ന് തങ്കം, അത് ദൈവത്തിൻ്റെ തേജസ് എന്ന് നമ്മൾ പറയുമ്പോൾ. രണ്ടാമത്തേത് പൊന്ന്, കാൽവറിയിലെ ചക്കിൽ ദൈവത്തിന് സ്തോത്രം ചതഞ്ഞ് അരഞ്ഞ്, അല്ലെങ്കിൽ ഗോൽഗോത്തായിലെ യാഗപീഠത്തിൽ വെന്തെരിഞ്ഞ് കഷ്ടം സഹിച്ച് നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന തേജസ്സിനെ അതിവിടെ കാണിക്കുന്നു. കൊരിന്ത്യ ലേഖനത്തിൽ നമുക്കത് കാണുവാൻ കഴിയും. ആത്മാവിൻ്റെ തേജസ്സിൻ്റെ നിത്യകനം നാം എത്രയധികം പ്രാപിക്കും. ഇതുകൊണ്ടാണ് സമാഗമന കൂടാരത്തിലെ 48 പലകകളെ പൊന്നു പൊതിഞ്ഞതായിട്ട് കാണുന്നത്. പൊന്ന് നമ്മുടെ കർത്താവിൻ്റെ തേജസ്, അത് ഭൂമിയിലായിരിക്കുമ്പോൾ ആ പൊന്നിൻ്റെ സിംബോളിക്കാകുന്ന ആത്മപകർച്ചയിൽ തേജസ്സിൽ നാം കർത്താവിൻ്റെ വേല ചെയ്യുന്ന ദൈവത്തിൻ്റെ മക്കളാകണം. അതിനായിട്ട് എല്ലാ ദൈവമക്കളെയും ഞാൻ ആഹ്വാനം ചെയ്യുന്നു. അതിനായിട്ട് നമ്മൾ ഒരുങ്ങാം. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയ പിതാവേ, ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പഠന പരമ്പര തന്നല്ലോ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ
സ്ഥലങ്ങളിലിരുന്ന് കർത്താവേ, ആഴമായ ദൈവത്തിൻ്റെ വചനത്തെ, അങ്ങയുടെ വചനത്തെ ഞങ്ങൾ പഠിക്കുമ്പോൾ പരിശുദ്ധ പിതാവേ, ഞങ്ങൾ ആരും നഷ്ടമാകാതെ കർത്താവിൻ്റെ കാഹളത്തിൽ കാണുവാൻ സ്വർഗമിടയാക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ സ്വർഗീയ പിതാവേ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ചാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എൻ ഹൃദയവേദന അറിഞ്ഞ നാഥ, നീയല്ലാതെ എനിക്കാരുള്ളൂ. എൻ്റെ ഏകാന്തതയിലെ